നിങ്ങൾക്കറിയാമോ PK റോസിയെ? അതെ, ആദ്യ മലയാള സിനിമയായ വിഗതകുമാരനിലെ നായികയെക്കുറിച്ചാണ് പറയുന്നത്. മലയാളത്തിൻ്റെ ആദ്യ നായികയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ നടിമാരെ പോലെ ഒരു നോക്ക് കാണാൻ ആളുകൾ വെമ്പൽ കൊണ്ട് നിൽക്കുകയല്ല ഉണ്ടായത്. പിന്നെയോ, കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ നടിയുടെ രാത്രി എന്ന കവിതയിൽ ആ സിനിമയുടെ ആദ്യ പ്രദർശനം കണ്ട നാട്ടുപ്രമാണിമാരുടെ പ്രതികരണത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ആരീയൊരുമ്പെട്ടവൾ നടിക്കുന്നവൾ, ആണിനോടൊപ്പം ഇറങ്ങി നടന്നവൾ, കുപ്പമാടത്തിലൊടുങ്ങേണ്ടവൾ തീണ്ടി നിൽക്കുന്നു മുന്നിൽ, അഹങ്കാരരൂപിണി, ആദ്യ വെള്ളിത്തിര കീറി മേലാളൻ്റെ ധാർഷ്ട്യം വിധിച്ചു, കൊടും പാപിയാണിവൾ, വേശ്യ, മനുസ്മൃതി അട്ടിമറിക്കുന്ന ദൂഷ്യം കൊളുത്തിയോൾ, കൊല്ലുകീ യക്ഷിയെ. അതെ, മലയാളത്തിൻ്റെ ആദ്യ നായികയെ കൊല്ലാനാണ് നാട്ടുപ്രമാണിമാർ വിധിച്ചത്. അവളുടെ കുടിൽ അവർ കത്തിച്ചു. ജീവനം കൊണ്ട് തമിഴ്നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട PK റോസി ഏതോ തമിഴ് ഗ്രാമത്തിൽ ആരോരും അറിയാതെ പിൽക്കാലത്ത് ജീവിച്ചുവെന്ന്. മലയാള സിനിമയുടെ ആദ്യ നായികയുടെ ജീവിതത്തിൽ സംഭവിച്ച നമുക്കറിയാവുന്നതും എന്നാൽ അറിയാത്തതുമായ ചില കാര്യങ്ങളാണ് ഇക്കുറി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം പേയാട് ചന്തമുക്ക് സ്വദേശിയായ കോലപ്പൻ്റെയും വട്ടിയൂർക്കാവ് സ്വദേശി കുഞ്ഞിയുടെയും വിവാഹത്തോടെയാണ് മലയാള സിനിമയിലെ ആദ്യ നായികയുടെ ജീവിതകഥ ആരംഭിക്കുന്നത്. വിവാഹാനന്തരം കോലപ്പനും കുഞ്ഞിയും നന്ദൻകോട് ആമത്തറയ്ക്ക് സമീപം വീട് വെച്ച് താമസിച്ചു. ആദ്യത്തെ പെൺകുഞ്ഞിന് രാജമ്മ എന്നവർ പേരിട്ടു. രാജമ്മയെ സർക്കാർ സ്കൂളിൽ ചേർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അങ്ങനെ LMS പള്ളി സ്കൂളിൽ പ്രവേശനം നേടി. പക്ഷേ അതിന് മതം മാറണമായിരുന്നു. കോലപ്പൻ പള്ളിയിൽ ചേർന്ന് പൗലോസായി. ആ പള്ളിയിലെ വികാരിയായിരുന്ന റവറൻഡ് പാർക്കർ സാഹിബിൻ്റെ കുശിനിക്കാരനായി ജോലിയും കിട്ടി. കോലപ്പൻ കുഞ്ഞി ദമ്പതികൾക്ക് മറ്റൊരു കുഞ്ഞുകൂടി പിറന്നതോടെ രാജമ്മ രണ്ടാം തരത്തിൽ പഠിത്തം നിർത്തി. അങ്ങനെ വീട്ടുകാര്യങ്ങൾ നോക്കി രാജമ്മ വളർന്നു. ഇതിനിടയിൽ രാജമ്മയുടെ വിവാഹവും കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം രാജമ്മയുടെ ജീവിതം നന്ദൻകോട് ആമത്തറ വയലിന് സമീപത്തേക്ക് പറിച്ചു നടപ്പെട്ടു. അവിടെ വച്ചാണ് ഇവർ കാക്കാരശ്ശി നാടകമൊക്കെ പഠിക്കുന്നതും അരങ്ങേറുന്നതും. കാക്കാരശ്ശി നാടകത്തിൽ അഭിനയിക്കുന്ന ആദ്യത്തെ വനിതയും അവരാണ്. ഒരു കുടുക്കനാശാനാണത്രേ രാജമ്മയെ അഭിനയം പഠിപ്പിക്കുന്നത്. അങ്ങനെ കാക്കാരശ്ശി നാടകവുമായി കഴിഞ്ഞുകൂടവെയാണ് തമിഴ് നാടക സംഘങ്ങൾ അവിടെ വരുന്നത്. നന്ദൻകോടെത്തിയ തമിഴ് നാടക സംഘങ്ങൾ രാജമ്മയെ നാടകത്തിലേക്ക് ക്ഷണിച്ചു. പൂർണ്ണമായും നാടകത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത രാജമ്മയും കാക്കാരശ്ശി നാടകക്കാരുമായി തർക്കമുണ്ടാവുകയും രാജമ്മ തമ്പാനൂരേക്ക് താമസം മാറുകയും ചെയ്തു. ആ കാലത്താണ് JC ഡാനിയൽ ഒരു സിനിമ എടുക്കുന്നതും അതിൽ അഭിനയിക്കുന്ന ഒരാൾ രാജമ്മയെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. വിഗതകുമാരനിലേക്ക് JC ഡാനിയൽ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് ബോംബെക്കാരി ലാന എന്ന നടിയെയാണ്. അവർ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ നടിയുടെ അഹങ്കാരവും ആഡംബരവുമെല്ലാമായി പൊരുത്തപ്പെടാനാകാതെ സഹികെട്ട് ലാനയെ തിരിച്ചയച്ചപ്പോഴാണ് മറ്റൊരു നായികയെ കണ്ടെത്തേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം ഡാനിയലിൻ്റെ സഹായിയായ ജോൺസന്റെ ചുമലിലായത്. ജോൺസൺ രാജമ്മയെ കണ്ടെത്തി രാജമ്മയുടെ കുടുംബാംഗങ്ങളെ നിർബന്ധിച്ചു. ദിവസം 5 രൂപ വെച്ച് 10 ദിവസത്തെ അഭിനയത്തിന് 50 രൂപയും മുണ്ടും നേരിയതുമാണ് പ്രതിഫലമായി ഉറപ്പിച്ചത്. രാജമ്മ എന്ന പേര് മാറ്റി PK റോസി എന്ന പേര് നൽകി. ക്രിസ്ത്യാനി യുവതിയായാൽ ജാതി പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് ഡാനിയൽ കരുതിയിരിക്കാം. അങ്ങനെ PK റോസിയായി മാറിയ രാജമ്മ സിനിമയിൽ അഭിനയിച്ചു. 1928 നവംബർ 7 തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ സിനിമയിൽ പ്രദർശിപ്പിച്ചു എന്നും അതല്ല 1930 ഒക്ടോബർ 23 വൈകിട്ട് 6:30 ക്യാപിറ്റോൾ സിനിമയിൽ പ്രദർശിപ്പിച്ചു എന്നും രണ്ട് വാദങ്ങളുണ്ട്. ആദ്യ പ്രദർശനത്തിന് റോസിയെ ക്ഷണിച്ചിരുന്നില്ല. ദളിത് സ്ത്രീയായ റോസി വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന മുൻധാരണയാകാം കാരണം. എന്നാൽ റോസി ഇല്ലാതെ തന്നെയും റോസിയുടെ ചലച്ചിത്ര സാന്നിധ്യം പ്രശ്നമുണ്ടാക്കി. സരോജിനി എന്ന സവർണ യുവതിയായി അഭിനയിച്ച റോസി ചൂടിയ പൂവെടുത്ത് കഥാനായകൻ മണപ്പിക്കുന്ന രംഗം വന്നതോടെ കാണികൾ ഇളകിമറിഞ്ഞു. കല്ലേറും ബഹളവുമായി. ആദ്യ പ്രദർശനം നിർത്തിവെക്കേണ്ടി വന്നു. ഇത്രയുമൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. എന്നാൽ ഇവിടുന്ന് ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യം ഉയരുന്നുണ്ട്. ചിത്രം പ്രദർശനം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസത്തെ ഹിന്ദു പത്രത്തിൽ വിഗതകുമാരനെക്കുറിച്ചുള്ള വാർത്തയുണ്ടെങ്കിലും അതിലെവിടെയും പ്രദർശനം അലങ്കോലപ്പെട്ടെന്ന വിവരമൊന്നും പറയുന്നില്ല. ഒക്ടോബർ 28-ാം തീയതിയിലെ നസ്രാണി ദീപികയിലെ ആസ്വാദനക്കുറിപ്പിൽ ആളുകൾ പടം നന്നായി ആസ്വദിക്കുന്നതായാണ് പറയുന്നത്.
ആളുകൾ സർക്കാർ ജോലിക്കായി കാത്തിരിക്കാതെ സിനിമ അഭിനയം മുതലായ നൂതന ജോലി സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് അതിൽ പറയുന്നത്. അതിനായി JC ഡാനിയൽ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നൊരു കമ്പനി തുടങ്ങിയതായും പറയുന്നുണ്ട്. ഇതിലും സവർണർ പ്രദർശനം അലങ്കോലപ്പെടുത്തുകയോ റോസിയെ കല്ലെറിയുകയോ ചെയ്തതായി പറയുന്നില്ല. അതേസമയം ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം കഴിഞ്ഞ് 3-ാം ദിവസമാണ് PK റോസിയുടെ വീട് തീയിടുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകനും ദളിത് ആക്ടിവിസ്റ്റുമായ കുന്നുകുഴി S മണി വ്യക്തമാക്കുന്നത്. തീയിട്ടപ്പോൾ അവരിവിടുന്ന് ഓടി കരമന പാലത്തോളം എത്തുമ്പോൾ ഒരു ലോറി വരുന്നത് കാണുന്നു. പൈനിയർ കമ്പനിയുടെ ലോറിയായിരുന്നു അത്. അതിൽ അവർ കൈകാണിച്ച് നിർത്തി. ഡ്രൈവറോട് കാര്യം പറഞ്ഞു. അവർ ഉടൻ തന്നെ അതിൽ കയറി നാഗർകോവിലിലേക്ക് പോവുകയായിരുന്നു. നാഗർകോവിലിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് നിന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരാൾ കൂട്ടിക്കൊണ്ടുപോയെന്നും പിന്നെ വളരെ കാലം കഴിഞ്ഞ് വിവാഹിതയായെന്നും പറയപ്പെടുന്നു. ആ ബന്ധത്തിൽ PK റോസിക്ക് 5 മക്കളുണ്ടായിരുന്നു അത്രേ. അതിൽ 3 മക്കൾ മരിച്ചുപോയി. അതേസമയം മലയാളത്തിലെ ആദ്യ നായികയായ PK റോസിയെ സവർണർ ആക്രമിച്ചു എന്നത് കെട്ടുകഥയാണെന്ന് ഇന്നും ഒരു വിഭാഗം വാദമുയർത്തുന്നുണ്ട്. അത് സംബന്ധിച്ച് പത്രവാർത്തകൾ ഒന്നും ഇല്ല എന്നതാണ് അവർ അതിന് പറയുന്ന ന്യായം. സവർണരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നിരാലംബയായ ഒരു സാധു യുവതിയെ അവളുടെ കുടിൽ കത്തിച്ച് ഈ നാട്ടിൽ നിന്നും ആട്ടിയോടിച്ചു എന്ന് വാർത്ത വരും എന്ന് കരുതുന്ന നിഷ്കളങ്കരോട് നാം എന്തു പറയാൻ, അല്ലേ?